നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പഠിച്ച് ഏകദേശം തീരാറായി. ഇത് ആ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ വീഡിയോസൊക്കെ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാത്തവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. നോക്കിയോളൂ. ദർ ഈസ് അറൌണ്ട് 30 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യാസ് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. എന്ത് മനസ്സിലായി? അതായത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഏതാണ്? അരുണാചൽ പ്രദേശ്. ആൻഡ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഏതാണ്? ഗുജറാത്ത്. വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത്. അപ്പോൾ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്റ്റേറ്റ് ഗുജറാത്തും ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശുമാണ്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശും ഈ ഗുജറാത്തും തമ്മിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ രേഖാംശ രേഖയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. എത്രയാണ്? 30 ഡിഗ്രിയാണ്. മനസ്സിലായോ? ദർ ഈസ് അറൗണ്ട്, അതായത് ഏകദേശം 30 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ്, 30 ഡിഗ്രി രേഖാംശ രേഖാ വ്യത്യാസമുണ്ട്. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഇന്ത്യാസ് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശും ആൻഡ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ ഗുജറാത്തും തമ്മിൽ. സോ ദർ ഈസ് ആൾമോസ്റ്റ് 2 hours ഓഫ് ഡിഫറൻസ് ഇൻ ദ ലോക്കൽ ടൈം ഓഫ് ദീസ് പ്ലേസസ്. അതുകൊണ്ട് 30 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള ടൈമിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ, അതായത് ഗുജറാത്തും അരുണാചൽ പ്രദേശിലെയും സ്ഥലങ്ങൾ തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് ആൾമോസ്റ്റ് 2 hours, 2 മണിക്കൂർ. ആൾമോസ്റ്റ് 2 hours അല്ലേ, 2 മണിക്കൂറാണ് ഇവ തമ്മിലുള്ള ടൈം വ്യത്യാസം എന്ന് പറയുന്നത്. ടു അവോയ്ഡ് ദിസ് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി, ഈ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അല്ലെ, ഈ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ സ്റ്റാൻഡേർഡ് ടൈം ഹാസ് ബീൻ ഫിക്സഡ് ഫോർ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. The 82.5 degree east longitude is selected as the standard meridian of the country. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു മെറിഡിയൻ അല്ലെങ്കിൽ ഒരു രേഖാംശ രേഖയാണ് ഏത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം എന്ന് പറയും. അപ്പോൾ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ലോക്കൽ ടൈം അറ്റ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള ലോക്കൽ ടൈമിനെയാണ് ഈസ് ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഈ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള ലോക്കൽ ടൈമിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. There is around 30 degree longitudinal difference between India's easternmost state and Arunachal Pradesh and the westernmost state of Gujarat. ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശും വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ ഗുജറാത്തും തമ്മിൽ ഒരു 30 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉണ്ട്. സോ there is almost 2 hours of difference in the local time of these places. അതുകൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ. To avoid this practical difficulty, a standard time has been fixed for the country. ഈ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അല്ലേ, ഈ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈമിനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. The 82.5 degree east longitude is the selected as the standard meridian of the country. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ആണ്. The local time at this standard meridian is taken as the standard time
ഓഫ് ഇന്ത്യ. ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിലെ ലോക്കൽ ടൈം അവിടുത്തെ പ്രാദേശിക സമയത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിൽ ഉള്ള ലോക്കൽ ടൈം എത്രയാണോ ആ സമയത്തിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ മൊത്തം ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും കേട്ടോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത്, ഇന്ത്യയുടെ കിഴക്കേറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസം ഉള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് അല്ലേ. അപ്പോൾ ഈ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ എത്ര ഡിഗ്രിയുടെ രേഖാംശ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമുണ്ട്. അങ്ങനെ 30 ഡിഗ്രി രേഖാംശ വ്യത്യാസം ഉള്ളതുകൊണ്ട് അവിടെ 2 മണിക്കൂറോളം പ്രാദേശികമായിട്ട് സമയ വ്യത്യാസമുണ്ട്. അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയ വ്യത്യാസം അനുഭവപ്പെടാം. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയായിട്ട് എത്ര ഡിഗ്രിയാണ് തിരഞ്ഞെടുത്തത്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ തിരഞ്ഞെടുത്തു. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഈ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയിലുള്ള ലോക്കൽ ടൈം അല്ലേ, പ്രാദേശിക സമയം എന്താണോ ആ സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനക സമയം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അടുത്തത്, വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീൻവിച്ച് മെറിഡിയൻ ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ? ഗ്രീനിച്ച് രേഖയും പിന്നെ ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയും തമ്മിൽ എത്ര സമയ വ്യത്യാസമുണ്ടെന്ന്, അവിടെ ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്ന്. ഗ്രീനിച്ച് രേഖ എത്ര ഡിഗ്രിയാണ്? ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡാണ്, 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുമ്പം അതെത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലേ രേഖാംശ രേഖ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, സമയ വ്യത്യാസം. ആൻസർ 5 മണിക്കൂർ 30 മിനിറ്റ്, 5 hours 30 minutes. 5 മണിക്കൂർ 30 മിനിറ്റാണ് ഗ്രീനിച്ച് രേഖയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത്. എത്രയാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈം സോൺസ്? എന്താണ് സമയമേഖലകൾ എന്നറിയപ്പെടുന്നത്? നോക്കിയോളൂ. ദ വേൾഡ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 24 സോൺസ് വിത്ത് ദ 1 hour ഡിഫറൻസ്. 1 മണിക്കൂർ വ്യത്യാസമുള്ള 24 സോൺ എന്ന് വെച്ചാൽ മേഖലകൾ, 24 മേഖലകളായിട്ട് നമ്മുടെ ലോകത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ വേൾഡ് അതായത് ലോകത്തെ ഹാസ് ബീൻ ഡിവൈഡഡ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ഇൻറ്റു 24 സോൺസ്, 24 മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ദ 1 hour ഡിഫറൻസ്, എല്ലാത്തിനെ 1 മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളായി നമ്മുടെ ലോകത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് സോൺസ് ആർ നോൺ ആസ് ടൈം സോൺസ്. ഈ സോൺസിനെ അല്ലെങ്കിൽ ഈ മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം സോൺസ് അല്ലെങ്കിൽ സമയമേഖലകൾ എന്ന് പറയുന്നത്. ഈച്ച് ടൈം സോൺ ഹാസ് 15 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്. ഓരോ ടൈം സോൺസിനും ഉള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്, 15 ഡിഗ്രി കേട്ടോ. അതായത് ഒരു ടൈം സോൺ, അതായത് ഒരു വര, അതാണ് ഒരു ടൈം സോൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വര. ഈ 2 വരകൾ തമ്മിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്, രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? 15 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 15 ഡിഗ്രിയാണ് ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എങ്കിൽ അവ തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയായിരിക്കും? 1 hour അല്ലേ, 1 മണിക്കൂറായിരിക്കും അവ തമ്മിലുള്ള ടൈം ഡിഫറൻസ്. അപ്പോൾ ഇവിടെ 2 ടൈം സോൺസ് തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാനുള്ളത് 1 hour ആണ്. 2 ടൈം സോൺസ് തമ്മിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ 15 ഡിഗ്രി. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ എന്താണ് ടൈം സോൺ? അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ വേൾഡ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 24 സോൺസ്. ലോകത്തിനെ 24 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ദ 1 hour ഡിഫറൻസ് അല്ലേ, 1 മണിക്കൂർ വ്യത്യാസമുള്ള 24 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീ സോൺസ് ആർ നോൺ ആസ് ടൈം സോൺസ്. ഈ സോൺസിനെയാണ് നമ്മൾ ടൈം സോൺസ് എന്ന് പറയുന്നത്. ഈച്ച് ടൈം സോൺ ഹാസ് 15 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്. ഓരോ ടൈം സോൺസിൻ്റെ ഇടയ്ക്ക് ലോങ്ജിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ഡിഗ്രി ആയിരിക്കും. മലയാളം മീഡിയം. എന്താണ് സമയമേഖലകൾ എന്നറിയപ്പെടുന്നത്? ലോകത്തെ 1 മണിക്കൂർ സമയവ്യത്യാസത്തിൽ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തെ മുഴുവനായിട്ട് 1 മണിക്കൂർ സമയവ്യത്യാസത്തിൽ 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഇവയാണ് എന്തെന്നറിയപ്പെടുന്നത്? സമയമേഖലകൾ എന്നറിയപ്പെടുന്നത്. ഇവയാണ് നമ്മൾ എന്തറിയുന്നത്? സമയമേഖലകൾ. ഓരോ സമയമേഖലയിലും 15 ഡിഗ്രി രേഖ വ്യാപ്തിയുണ്ട്. രേഖാംശ രേഖയുടെ വ്യാപ്തി എന്ന് പറയുന്നത്, ഓരോ സമയമേഖലകളിലുള്ള രേഖാംശ രേഖയുടെ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? 15 ഡിഗ്രി. അപ്പോൾ ഓരോ സമയമേഖലകളിലെ രേഖാംശ രേഖയുടെ വ്യാപ്തി 15 ഡിഗ്രിയാണ്. അതുപോലെ സമയ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ടൈം സോൺസിനിടയിലോ അല്ലെങ്കിൽ രണ്ട് സമയമേഖലകൾക്കിടയിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ. രണ്ട് സമയമേഖലകൾക്കിടയിലുള്ള രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് ആൻഡ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഗുജറാത്ത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 2 മണിക്കൂർ. എത്രയാണ്? 2 hours അല്ലെങ്കിൽ 2 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഈ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ അരുണാചൽ പ്രദേശും വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റായ ഗുജറാത്തും തമ്മിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എത്രയാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ആൻസർ പറയാം. ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എത്രയാണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് കൺട്രി ദാറ്റ് ഹാവ് മെനി സ്റ്റാൻഡേർഡ് ടൈം. ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ടൈമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ മാനക സമയമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ടൈമേ ഉള്ളൂ അല്ലേ? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് അല്ലേ? അതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അതിലുള്ള ലോക്കൽ ടൈമാണ് ഇന്ത്യയുടെ മാനക സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ചില രാജ്യങ്ങൾ ഭയങ്കര വിസ്തൃതിയുള്ളതായിരിക്കും. അപ്പോൾ അവയ്ക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റഷ്യ അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ കൺട്രിയാണ് റഷ്യ. അപ്പോൾ റഷ്യയിൽ എന്തായാലും അതുണ്ടാവും. അപ്പോൾ റഷ്യ ഉണ്ട്, പിന്നെ കാനഡ ഉണ്ട്, പിന്നെ അമേരിക്ക, ഓസ്ട്രേലിയ. ഏതൊക്കെയാണ്? റഷ്യ, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ. അമേരിക്ക എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ USA എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ USA ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? 4 രാജ്യങ്ങൾ: റഷ്യ, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവയാണ്. അടുത്തത് 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ഈസ് നോൺ ആസ്. 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് എന്താണെന്ന്? ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നതാണ് 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് എന്തെന്നറിയപ്പെടുന്നു? ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ. ദ വേൾഡ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു ഡാഷ് ടൈം സോൺസ്. ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? വേൾഡിനെ എത്ര ടൈം സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 24 ടൈം സോൺസ്. 2 ടൈം സോൺസിൻ്റെ ഇടയിലുള്ള സമയ വ്യത്യാസം അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് എത്രയാണ്? 1 hour. ഇനി 2 ടൈം സോൺസിൻ്റെ ഇടയിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ്, രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയോളൂ. 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് അല്ലെങ്കിൽ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. എത്രയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ? ഏതാണ്? 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് അല്ലെങ്കിൽ 180 ഡിഗ്രി രേഖാംശീയ രേഖ. അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. ട്രാവലേഴ്സ് ഹു മൂവ് വെസ്റ്റ്വാർഡ് ക്രോസിംഗ് ദ ലൈൻ ആഡ് എ ഡേ ആൻഡ് ദ ട്രാവലേഴ്സ് ഹു മൂവ് ഈസ്റ്റ്വാർഡ് ക്രോസിംഗ് ദ ലൈൻ സബ്ട്രാക്ട് എ ഡേ. എന്ത് മനസ്സിലായി? അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉണ്ട്, അതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അത് 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡാണ്. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നിന്ന് വെസ്റ്റ് വാർഡ് സൈഡിലോട്ട് പോകുമ്പോഴും ഈസ്റ്റ് വാർഡ് സൈഡിലോട്ട് പോകുമ്പോഴും ഒരു ദിവസം കൂട്ടുകയും ഒരു ദിവസം കുറയ്ക്കുകയും ചെയ്യണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ക്രോസ് ചെയ്ത് വെസ്റ്റ് വാർഡ് ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിലോട്ട് കടക്കുന്നതിന് മുന്നേ അവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2-ാം തീയതി ആയിരുന്നെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് വെസ്റ്റ് വാർഡിലുള്ള ഒരു രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താവും? ഈ വെസ്റ്റ് വാർഡ് ഡയറക്ഷനിലുള്ള കൺട്രീസിൽ അന്നേ ദിവസം 3-ാം തീയതി ആയിരിക്കും. അപ്പം ആഡ് എ ഡേ, ഒരു ദിവസം കൂടുതൽ ആഡ് ചെയ്യും. മനസ്സിലായോ? ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2-ാം തീയതി ആണെന്ന് വെച്ചോ. ഇനി അത് കടന്ന് നമ്മൾ ഈസ്റ്റ് വാർഡ് ഡയറക്ഷനിലോട്ടുള്ള ഒരു രാജ്യത്തിലേക്കാണ് പോകുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എത്രാം തീയതി ആയിരിക്കും? ഒരു ദിവസം കുറയും. അതായത് 2-ാം തീയതി എന്നുള്ളത് 1-ാം തീയതി ആയി മാറും. മനസ്സിലായോ? അപ്പോൾ വെസ്റ്റ് വാർഡിലോട്ട് പോവുകയാണെങ്കിൽ 2-ാം തീയതി എന്നുള്ളത് 3-ാം തീയതി ആവും, ഒരു ദിവസം ആഡ് ചെയ്യും. ഇനി ഈസ്റ്റ് വാർഡിലോട്ടാണ് പോകുന്നതെങ്കിൽ 2-ാം തീയതി എന്നുള്ളത് 1-ാം തീയതി ആവും, കാരണം അവിടെ ഒരു ദിവസം സബ്ട്രാക്റ്റാണ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രാവലേഴ്സ് എന്ന് വെച്ചാൽ സഞ്ചാരികൾ. ഹു മൂവ് വെസ്റ്റ് വാർഡ് ക്രോസിംഗ് ദ ലൈൻ. ഈ ലൈൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിനെ ക്രോസ് ചെയ്ത് വെസ്റ്റ് വാർഡ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ ആഡ് എ ഡേ, ഒരു ദിവസം ആഡ് ചെയ്യണം. ആൻഡ് ദ ട്രാവലേഴ്സ് ഹു മൂവ് ഈസ്റ്റ് വാർഡ് ക്രോസിംഗ് ദ ലൈൻ സബ്ട്രാക്ട് എ ഡേ. ഇനി ട്രാവലേഴ്സ് ഈസ്റ്റ് വാർഡിലോട്ട്, കിഴക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്, ക്രോസിംഗ് ദ ലൈൻ, ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ ക്രോസ് ചെയ്ത് ഈസ്റ്റ് വാർഡ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ സബ്ട്രാക്ട് എ ഡേ, ഒരു ദിവസം എന്ത് ചെയ്യണം? അവിടെ സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കിയോളൂ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വെസ്റ്റിലോട്ട് പോകുന്നെങ്കിൽ ആഡ് ചെയ്യണം, ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നോക്കിയോളൂ, 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് ആണല്ലോ. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ രേഖ, അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് പടിഞ്ഞാറോട്ടാണ് സഞ്ചാരികൾ പോകുന്നതെങ്കിൽ ഒരു ദിവസം കൂട്ടുന്നു. ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കിഴക്കോട്ടാണ് സഞ്ചാരികൾ പോകുന്നതെങ്കിൽ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. താഴെ ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. 180 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ആൻഡ് 180 ഡിഗ്രി വെസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ഇസ് ദ സെയിം ലോങ്ജിറ്റ്യൂഡ്. അതായത് 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണെന്ന്. അതിന് 2 പേര് ഇട്ടേക്കണമെന്നേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അവ ഒരെണ്ണേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ട്രൂ ആണ് കേട്ടോ. അതായത് 180 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡും 180 ഡിഗ്രി വെസ്റ്റ് ലോങ്ജിറ്റ്യൂഡും എന്ന് പറയുന്നത് സെയിം ലോങ്ജിറ്റ്യൂഡാണ്. അതായത് ഒരൊറ്റ രേഖാംശ രേഖയുള്ളൂ, 180 ഡിഗ്രി വെസ്റ്റ് എന്നും 180 ഡിഗ്രി ഈസ്റ്റ് എന്നും പറഞ്ഞിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The person traveling towards the east dash a day while crossing 180 degree longitude and a person traveling towards the west dash a day. 180 ഡിഗ്രി രേഖാംശ രേഖയെ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടപ്പെടുമോ ലഭിക്കുമോ എന്നാണ് നമുക്കവിടെ എഴുതേണ്ടത്. ഇനി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടപ്പെടുമോ ലഭിക്കുമോ? എന്താണ് നിങ്ങളുടെ ആൻസർ? ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഗെയിൻ ചെയ്യുമോ ലോസ് ആവുമോ അതോ ഗെയിൻ ചെയ്യുമോ? അതാണ് നമ്മളവിടെ എഴുതേണ്ടത്, ലോസ് ഓർ ഗെയിൻ. ഓപ്ഷൻസ് അവിടെ നോക്കിയുള്ളൂ. ദ പേഴ്സൺ ട്രാവലിംഗ് ടുവാർഡ്സ് ദ ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ക്രോസ് ചെയ്ത് ഈസ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ പേഴ്സണിന് ഒരു ദിവസം ലോസ് ആവും, നഷ്ടപ്പെടും. ഇനി പടിഞ്ഞാറോട്ടാണ് ആ വ്യക്തി പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം അധികമായിട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഗെയിൻസ് എ ഡേ, ഒരു ദിവസം ലഭിക്കുന്നു അല്ലേ. ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ, എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളേ. നോക്കിയോളൂ, ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്ര ഡിഗ്രി ലോങ്ജിറ്റ്യൂഡാണ്? നമ്മൾ പഠിച്ചു, 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഏത് ഡയറക്ഷനാണ്? വെസ്റ്റ് ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അത് ഈസ്റ്റ് ഡയറക്ഷൻ. ഇതിലൊന്നും ഡൗട്ടില്ലല്ലോ. ഇനി നോക്കിയോളൂ, ഈ 1-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിൽ, ജാനുവരി 1 വെച്ചോ, 1-ാം തീയതി ഇവിടെയുള്ള ഒരു രാജ്യത്ത് നിന്ന്, ഒരു കൺട്രിയിൽ നിന്ന് ഒരാൾ ഫ്ലൈറ്റിൽ കയറി ഒരു 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് അദ്ദേഹം നോക്കിയപ്പോഴാണ് ഇവിടുത്തെ കലണ്ടറിൽ ഡേറ്റ് 2. മനസ്സിലായോ? ഇവിടുത്തെ കലണ്ടറിൽ ഡേറ്റ് എത്രയാണ്? 2 അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു ദിവസം നഷ്ടപ്പെട്ടില്ലേ? 1-ാം തീയതിയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പക്ഷേ ഈ 1-ാം തീയതി അദ്ദേഹം യാത്ര ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് ഈസ്റ്റ് സൈഡിലുള്ള ഒരു രാജ്യത്തിലെത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡേറ്റ് 2. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് ഈസ്റ്റ് സൈഡിലോട്ട് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായോ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്രയാണ്? 180 ഡിഗ്രിയാണ്.
ഇങ്ങോട്ട് പോയാൽ ഈസ്റ്റ്, ഇങ്ങോട്ട് പോയാൽ വെസ്റ്റ്. ഇനി ഈസ്റ്റ് സൈഡിൽ 2-ാം തീയതി ഒരാൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ പുള്ളിക്കാരൻ ഫ്ലൈറ്റിൽ കയറി, 2 മണിക്കൂർ എടുത്തു അല്ലെങ്കിൽ 3 മണിക്കൂർ എടുത്തു, വെസ്റ്റ് സൈഡിലെത്തി. ഇവിടെ വന്നപ്പോഴോ ഇവിടുത്തെ ഡേറ്റ് 1. ഇവിടുത്തെ ഡേറ്റ് എത്രയാ? 1. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം അധികം കിട്ടി അല്ലേ? 2-ാം തീയതി അധികം യാത്ര തിരിച്ചത് അല്ലേ? ഈസ്റ്റ് സൈഡിലുള്ള ഒരു കൺട്രിയിൽ നിന്ന് 2-ാം തീയതിയാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അല്ലേ? 2-ാം തീയതി യാത്ര തിരിച്ചു. പക്ഷേ അദ്ദേഹം വെസ്റ്റ് സൈഡിലുള്ള ഒരു രാജ്യത്ത് എത്തിയപ്പോൾ അവിടുത്തെ ഡേറ്റ് എത്രയാ? അവിടുത്തെ കലണ്ടറിൽ നോക്കിയപ്പോൾ അവിടുത്തെ ഡേറ്റ് 1. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം അധികമായിട്ട് ലഭിച്ചു. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് വെസ്റ്റ് സൈഡിലുള്ള രാജ്യത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം അധികമായിട്ട് ലഭിക്കുന്നു. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് ഈസ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം നഷ്ടപ്പെടുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പേഴ്സൺ ട്രാവലിംഗ് ടുവാർഡ്സ് ദ ഈസ്റ്റ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഒരു ദിവസം നഷ്ടപ്പെടുന്നു അല്ലേ? ലോസസ് അല്ലേ? ലോസസ് എ ഡേ, അദ്ദേഹത്തിന് ഒരു ദിവസം നഷ്ടപ്പെടുന്നു. ഇനി എ പേഴ്സൺ ട്രാവലിംഗ് ടുവാർഡ്സ് ദ വെസ്റ്റ്, വെസ്റ്റിലോട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഗെയിൻസ് എ ഡേ, ഒരു ദിവസം അധികമായിട്ട് ലഭിക്കുന്നു. 180 ഡിഗ്രി രേഖാംശ രേഖയെ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടപ്പെടുന്നു. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം ലഭിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരുന്നു. എ പേഴ്സൺ സെലിബ്രേറ്റ്സ് ന്യൂ ഇയർ അറ്റ് 180 ഡിഗ്രി ഈസ്റ്റ്. 180 ഡിഗ്രി ഈസ്റ്റിൽ വച്ചിട്ട് ഒരു പേഴ്സൺ അദ്ദേഹത്തിന് ഒരു ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. 180 ഡിഗ്രി ഈസ്റ്റിൽ വച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കണമെങ്കിൽ അന്നേ ദിവസം ഏതായിരിക്കും? ജനുവരി 1 ആയിരിക്കും ആണല്ലോ. ഈസ്റ്റിൽ വെച്ച് ജനുവരി 1 ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുകയാണ്. ഹി ദെൻ ട്രാവൽസ് ടു 180 ഡിഗ്രി വെസ്റ്റ്. അതിനുശേഷം അദ്ദേഹം വെസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. 180 ഡിഗ്രി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. പിന്നീട് അദ്ദേഹം ഈസ്റ്റിൽ നിന്ന് ഈ 180 എന്ന് പറയുന്ന ആ ഒരു രേഖ കടന്ന് വെസ്റ്റിലോട്ട് പോവുകയാണ്. വിത്തിൻ 2 hours 2 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം വെസ്റ്റിൽ എത്തിച്ചേർന്നു. ക്യാൻ ഹി സെലിബ്രേറ്റ് ന്യൂ ഇയർ എഗൈൻ? വീണ്ടും അദ്ദേഹത്തിന് ന്യൂ ഇയർ ആഘോഷിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ. ഒരാൾ പുതുവത്സരം ആഘോഷിക്കുന്നത് 180 ഡിഗ്രി കിഴക്കാണ്. പിന്നീട് അയാൾ 2 മണിക്കൂറിനുള്ളിൽ 180 ഡിഗ്രി പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. അയാൾക്ക് വീണ്ടും പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? ആൻസർ നോക്കിയോളൂ. യെസ്, ഹി ക്യാൻ സെലിബ്രേറ്റ് ന്യൂ ഇയർ എഗൈൻ. അതെ, അദ്ദേഹത്തിന് ന്യൂ ഇയർ ഒന്നും കൂടി ആഘോഷിക്കാൻ കഴിയും. എങ്ങനെയാണ്? അറ്റ് 180 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ഇറ്റ്സ് ഓൾറെഡി ജാനുവരി 1. അദ്ദേഹം ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? ജാനുവരി 1, അതായത് ന്യൂ ഇയർ ആണ്. അവിടെ ന്യൂ ഇയർ ആണ്. വെൻ ഹി ട്രാവൽസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ക്രോസിംഗ് 180 ഡിഗ്രി ഈസ്റ്റ് 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ട്രാവൽ ചെയ്യണം. ആ ജാനുവരി 1 എന്ന് പറഞ്ഞ ആ ഡേറ്റിൽ അദ്ദേഹം ഈ ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു? ടു വെസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യുന്നു. എങ്ങനെ? ക്രോസിംഗ് 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ്. 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ക്രോസ് ചെയ്താണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹി ലോസസ് 1 ഡേ, അദ്ദേഹത്തിന് ഒരു ദിവസം നഷ്ടപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വെസ്റ്റിലോട്ട് വരുമ്പോൾ ഒരു ദിവസം കുറയുകയാണ് ചെയ്യുന്നത്. ജനുവരി 1 അദ്ദേഹം യാത്ര തിരിക്കുന്നതെങ്കിൽ വെസ്റ്റിൽ വന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഡേറ്റ് ഡിസംബർ 31 ആയിരിക്കും അല്ലേ? സോ ഹി ക്യാൻ സെലിബ്രേറ്റ് ന്യൂ ഇയർ അഗൈൻ. അതായത് അദ്ദേഹം വെസ്റ്റിൽ വന്നിറങ്ങിയ ഡേറ്റ് ഡിസംബർ 31. പിറ്റേ ദിവസമാണ് ജനുവരി 1. അപ്പോൾ അദ്ദേഹത്തിന് ന്യൂ ഇയർ ഒന്നും കൂടെ ആഘോഷിക്കാനുള്ള അവസരമുണ്ട്. സോ മനസ്സിലായോ? സോ ഹി ക്യാൻ സെലിബ്രേറ്റ് ന്യൂ ഇയർ അഗൈൻ. വീണ്ടും അദ്ദേഹത്തിന് ന്യൂ ഇയർ ആഘോഷിക്കാം. ഇതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ച ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ? അദ്ദേഹത്തിന് വീണ്ടും പുതുവത്സരം ആഘോഷിക്കാൻ കഴിയും. കാരണം 180 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയിൽ നിന്ന് ജനുവരി 1 അദ്ദേഹം പടിഞ്ഞാറ് രേഖാംശ രേഖയിലേക്ക് കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടുന്നു. അതായത് അദ്ദേഹം ജനുവരി 1 നിന്നും ഡിസംബർ 31 പോകുന്നത്. അതിനാൽ അദ്ദേഹത്തിന് വീണ്ടും പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, വൈ ആർ അഡ്ജസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ 180 ഡിഗ്രി ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതെന്ന്? അതായത് നമുക്കറിയാം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ വെസ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുറയുന്നു, ഈസ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൂടുന്നു. നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളുടെ വീടിൻ്റെ നടുക്കൂടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ ഹോളുണ്ടല്ലോ, ഹോളിൽ കൂടി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പോകുന്നു. അപ്പോൾ ആ ഹോളിൻ്റെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പോകുന്നതിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ട്, ഇപ്പുറത്തൊരു റൂമുണ്ട്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ 1-ാം തീയതി, ഇപ്പുറത്തെ റൂമിൽ 2-ാം തീയതി ഡേറ്റ് ആവും അങ്ങനെ പോവുകയാണെങ്കിൽ അല്ലേ? അതായത് ഒരു രാജ്യത്തിൽ തന്നെ
തൊട്ടപ്പുറത്ത് ഒരു ദിവസം, തൊട്ടിപ്പുറത്ത് വേറൊരു ദിവസം, അങ്ങനെ ഒരു രാജ്യത്ത് തന്നെ അടുത്തടുത്ത് 2 ദിവസങ്ങളാവും. അത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കരഭാഗങ്ങളിൽ കൂടി പോകാതെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ത് ചെയ്യുന്നറിയാമോ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൂടെ പോകാതെ ഈ സമുദ്രത്തിൽ കൂടിയും ആൾക്കാർ താമസിക്കാത്ത സ്ഥലത്തു കൂടിയും ഒക്കെയാണ് വരച്ച്, അതായത് ഒരു 6 ആക്ക് മോഡലിലൊക്കെയാണ് വരച്ച് വെച്ചിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതൊരു സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈനാണ്. അപ്പോൾ അത് അങ്ങനെയാണ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയത് എന്തിനാണ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാമേ. ഈ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അഡ്ജസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ് in international date line to avoid the situation of 2 different dates in countries through which the line passes. അതായത് ഈ ലൈൻ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന്, 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ തന്നെ 2 ഡേറ്റ് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ഒരു രാജ്യത്ത് തന്നെ അടുത്തടുത്തുള്ള 2 സ്ഥലങ്ങൾ തമ്മിൽ ഒരു ഡേറ്റ് പറ്റുമോ? ഇല്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ത് ചെയ്ത് 6 ആക്ക് പൊസിഷനിലൊക്കെ വരച്ച് ചേർത്തത്, അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ് ഇൻ ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? ടു അവോയ്ഡ്, ഒഴിവാക്കാൻ. എന്തൊഴിവാക്കാൻ? ദ സിറ്റുവേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഇൻ കൺട്രീസ്. ഒരു കൺട്രിയിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ. ത്രൂ വിച്ച് ദ ലൈൻ പാസസ്. ഈ ലൈൻ പാസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ 2 ഡേറ്റ്സ് വരുന്ന, ഒരു കൺട്രിയിൽ തന്നെ 2 ഡേറ്റ്സ് വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ലൈൻ ഈസ് അറേഞ്ച്ഡ്. അതുകൊണ്ട് ഈ ലൈൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? ടു അവോയ്ഡ് പോപ്പുലേറ്റഡ് ഏരിയ ഇൻ ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിൽ പോപ്പുലേറ്റഡ് ഏരിയ ആണല്ലോ, അതായത് ജനവാസമുള്ള ഏരിയ കാണുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ അവോയ്ഡ് ചെയ്താണ് ഈ ഒരു ലൈൻ വരച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ലൈൻ ഈസ് അറേഞ്ച്ഡ്. ഈ ലൈൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ടു അവോയ്ഡ്, ഒഴിവാക്കി. എന്തൊഴിവാക്കി? പോപ്പുലേറ്റഡ് ഏരിയ ഇൻ ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലെ പോപ്പുലേറ്റഡ് ഏരിയ ഒഴിവാക്കിയാണ് ഈ ലൈൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സമുദ്രമാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. കേട്ടോ, നോക്കിയോളൂ. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് വേണം കേട്ടോ. ദിനാങ്കരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? എന്താണ്? അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി, ഈ രേഖ കടന്നു പോകുന്ന ഒരു സൈഡിൽ ഒരു ദിവസം, ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ദിവസം, അല്ലേ? അപ്പോൾ 2 ദിവസം വരും. അങ്ങനെ 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കിയാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമുക്കിനി ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. നമ്മുടെ ഈ 3rd യൂണിറ്റും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ സയൻസിൽ 3 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ള്.